അവർ ഏത് കോളേജിൽ നിന്നാണ് അപ്പൂപ്പനും അമ്മൂമ്മയും സൈക്കോളജിയിൽ PG എടുത്തതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതൊരു കൗൺസിലിംഗ് ആയിരുന്നു. ആ ചേർത്തു പിടിക്കല്, നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഉണ്ടെന്ന് ഹൃദയത്തിൽ നിന്ന് തോന്നൽ നമ്മളെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാറുണ്ട്. അത് ഭയത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും മോശമായ ഒരു ചിന്ത, ഒരു ഭയം എന്താണെന്ന് വെച്ചാൽ, ഭഗവത്ഗീത പ്രചാരകനായ ശ്രീഹരി വാസുദേവൻ സാർ നമ്മുടെ ഒപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്തേ. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഭയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സത്യത്തില് ഞാൻ ട്രെയിനിങ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, എന്താണ് ഭയം, അതിനെ എങ്ങനെ നേരിടാം? നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ബ്രെയിൻ്റെ എന്നൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട 4 വികാരങ്ങളെ കുറിച്ചാണ് നമ്മൾ സൈക്കോളജി പറയുന്നത്. 4 പ്രധാനപ്പെട്ട വികാരങ്ങൾ എല്ലാവർക്കും ഉള്ളത്. ഒന്ന് സന്തോഷം, ഒന്ന് സങ്കടം, ഒന്ന് ദേഷ്യം, ഒന്ന് ദുഃഖം. ദേഷ്യം, ഭയം. സന്തോഷം, സങ്കടം, ദേഷ്യം, ഭയം. ഇത് 4 മനുഷ്യരുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വികാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് കാണും. അപ്പൊ ഞാൻ എല്ലാവരോടും മറുപടി പറയുന്നത്, ഭയം ഒരു അനുഗ്രഹമാണ്. കേൾക്കുന്ന മാത്രയിൽ ഇതൊരു പാരഡോക്സ് ടോക്കാന്ന് തോന്നാം. ഭയം എങ്ങനെയാണ് ഒരു അനുഗ്രഹമാണ്? നേരിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മൾ ആരും നാഷണൽ ഹൈവേയില് പ്രത്യേകിച്ച് തിരക്കുള്ള റോഡിൽ പോയി റോഡിന്റെ നടുക്ക് പോയി നിൽക്കാറുണ്ടോ? എന്താ കാര്യം? ബസ് ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഒക്കെ വന്ന് ഇടിച്ചാൽ നമ്മൾ മരിക്കാനായിട്ട് സാധ്യത ഉണ്ടെന്നുള്ള അറിവ്, ആ ഒരു ഭയം, ബസ് വന്നിടിച്ചാൽ മരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോ അല്ലെങ്കിൽ ആ ഒരു ഭയം നമ്മൾ എന്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു? റോഡിന്റെ നടുക്ക് പോയി അഭ്യാസം കളിക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ജീവിതത്തിൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നടക്കുന്ന സമയമാണ്, വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ ലോകം എന്ത് വിചാരിക്കുമെന്നുള്ള ഒരു ഭയം, അല്ലെ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇതൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയം നമ്മളെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാറുണ്ട്. അത് ഭയത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും മോശമായ ഒരു ചിന്ത, ഒരു ഭയം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ഭയം, ഒരു ചിന്തയാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഭയങ്ങളിലൊന്നും, നാമൊക്കെ ഒഴിവാക്കേണ്ട ഭയങ്ങളിലൊന്നും. വിഷയത്തിലേക്ക് വരാം. ഭയം എന്ന് പറയുന്നത് നിലവിൽ നാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെ, ഒരു സിറ്റുവേഷനെ നേരിടാനുള്ള കരുത്ത് നമുക്കില്ല എന്നുള്ള തോന്നൽ ഏതു മനുഷ്യ മനസ്സിനെ ബാധിക്കുന്നു അവിടെ ഉടലെടുക്കുന്ന വികാരമാണ് എന്ത്? ഭയം. നമ്മൾ മനുഷ്യരായിട്ടുള്ള എല്ലാവരും എനി ഗിവൺ സിറ്റുവേഷൻ, എല്ലാ അവസ്ഥയിലും എല്ലാ അവസരങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും 2 വഴികളാണ് അവലംബിക്കുന്നത് സൈക്കോളജി പ്രകാരം അല്ലെ യുക്തി പ്രകാരം. ഒന്ന് ഫൈറ്റ്, ആ സിറ്റുവേഷനെ നേരിട്ട് ആ സിറ്റുവേഷനോട് പൊരുതി വിജയം നേടുക, അതാണ് ഫൈറ്റ്. ഓർ ഫ്ലൈറ്റ്, അവിടുന്ന് ഓടി രക്ഷപ്പെടുക. വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ഇല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രീസ് എന്ന് പറയാം, നമ്മളവിടെ ഒന്നും ചെയ്യാനൊക്കാതെ നേരിടാനും പറ്റത്തില്ല, ഓടാനും പറ്റാതെ പകച്ചു പോയെന്ന് പറയും. പക്ഷെ പ്രധാനമായിട്ട് 2 രീതികളാണ്. ഏത്? ഒന്ന് പേടിച്ചോടുക, അല്ലെങ്കിൽ നേരിടുക. ഇവിടെ നമ്മുടെ ഭഗവത്ഗീതയിൽ അർജുൻ ഏതാ ചെയ്തത്? ഇതൊക്കെ പേടിച്ചോടാനൊക്കെ തുടങ്ങി. അർജുനന് മനസ്സിലായി പണി പാളിയെന്ന് മനസ്സിലായി. അർജുനൻ എന്ത് ചെയ്തു? ആയുധമൊക്കെ താഴെ വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് വണ്ടി വിട്ടു പോകാമെന്ന് ആര് തീരുമാനിച്ചിരുന്നു? അർജുനന്റെ ഉള്ളിൽ ഒരു ഭയം ഡിപ്രഷനിലേക്ക് നയിച്ചു. പക്ഷെ അവിടെയാണ് നമുക്ക് ശ്രേഷ്ഠനായ, നമ്മുടെ നിലവിലെ പ്രതിസന്ധിയെ മറികടക്കാനുള്ള വഴി ഉപദേശിച്ച് തരുന്ന ഒരു വ്യക്തിയുടെ പ്രസക്തി. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താകാം, നമ്മുടെ ഒരു അധ്യാപകനാകാം, ആരുമാകാം, സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒക്കെ ആകാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരാൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊരു 3-മതോ 4-മതോ ഒക്കെ നിങ്ങൾക്കൊരു പേര് വായിക്കാം, ശ്രീഹരി വാസുദേവ്. ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റെ സമ്പാദ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ദൈവം എനിക്ക് തന്നിട്ടുള്ള അത്രയും ശ്രേഷ്ഠകരമായ, അത്രയും ഉന്നതമായ വ്യക്തിത്വങ്ങൾ എനിക്ക് സുഹൃത്തായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ സൗഹൃദം കൊണ്ട് അവർക്കൊന്നും ജീവിതത്തിൽ ഒരു നേട്ടവും ഇല്ലെങ്കിലും
ഇന്നലെ പോലും ദുബൈയിൽ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉന്നതമായ പദവി വഹിക്കുന്ന സജി എന്ന് പറയുന്ന സുഹൃത്ത് വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ് രമ്യ കേരള സർക്കാരിൽ വലിയ പദവി വഹിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ അവർക്ക് വരേണ്ട ഒരു കാര്യവും ഇന്നലെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ അവരെയൊക്കെ ദൈവതുല്യരായിട്ടാണ് എൻ്റെ ഒരുപാട് പേരുണ്ട്, ലിസ്റ്റൊക്കെ ഇനി എപ്പോഴെങ്കിലും അവസരത്തിൽ പറയും. ഇന്നലത്തെ ആയതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ നല്ല ഒരു സുഹൃത്തെങ്കിലും ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ ജീവിതത്തിലെ പല പ്രതിസന്ധികളെ നേരിടാനും നമുക്ക് ഉറപ്പായിട്ട് കഴിക്കും. അർജുനൻ അതുണ്ടായിരുന്നു. തൻ്റെ സുഹൃത്തായിരുന്ന പിന്നീട് ഗുരുവായി തീർന്ന ഒരു വ്യക്തി. എന്തിന്? നിലവിൽ നാം ഭയപ്പെട്ടുപോയ, നാം വിറങ്ങലിച്ചു പോയ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വേള പകച്ചുപോയ അവസ്ഥയിൽ നിന്നും എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും ഉപദേശിക്കാൻ യോഗ്യനായ ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ യുവർ ഫിയേഴ്സ്. ഒന്നാമത്തെ ഒരു ഉത്തരം. അപ്പൊ നമ്മള് ഭയം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഈ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ, അല്ലെ ഈ സിറ്റുവേഷനിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ ആ ചിന്തകൾ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ കെമിക്കൽസ് ഒക്കെ മാറി, ബ്രെയിനിന്റെ ബാലൻസ് മാറി, ആവശ്യമില്ലാത്ത സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ മൊത്തം തളർത്തി കഴിയുമ്പോഴാണ് നമ്മൾ ഭയം കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രശ്നമാകുന്നത്. അതിന്റെ സൊല്യൂഷൻ അതിനെ നേരിടാൻ കരുത്തുള്ള വിധത്തിലേക്ക് എങ്ങനെ എൻ്റെ ശരീരത്തെ മാറ്റാമെന്നുള്ള അഭ്യാസേനേതു കൗന്ദേയ. അപ്പൊ അതെങ്ങനെ നേടാമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. 21 ദിവസത്തേക്കുള്ള ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ് ഉണ്ട്. സദ്ഗമയ മിഷൻ എന്നാണ് അതിന്റെ പേര്. ഇന്ത്യക്ക് പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് പങ്കെടുക്കാറുണ്ട്. അതില് ഒരു പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് വാട്ട് ഈസ് ഫിയർ ആൻഡ് ഹൗ ടു ഓവർകം ദാറ്റ്. ഒരുപക്ഷെ നമുക്കൊരു 1 മണിക്കൂർ എപ്പിസോഡായിട്ടൊക്കെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാം. ഭയത്തിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ്, അതിനെ എങ്ങനെ മറികടക്കാം എന്നതിനുള്ള ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലിംഗില് ഒന്ന് എങ്ങനെ ഭയത്തെ മറികടക്കാം എന്നുള്ള പ്രശ്നവുമായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. എന്താണ് കൗൺസിലിംഗ് എന്നൊക്കെ ഒറ്റ വാക്കി പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെ ഞാൻ നിർവചിക്കാവുന്ന, എങ്കിലും ഭഗവത്ഗീതയുടെ ബേസിൽ നമ്മൾ അതിനെ പറഞ്ഞാൽ ചേർത്തു പിടിക്കലാണ് കൗൺസിലിംഗ്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തില് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടില് ചേട്ടനോടോ ചേച്ചിയോടോ ഒരു സഹോദരിയാണുള്ളത്. അപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ ചിലപ്പോൾ തോറ്റൊക്കെ പോവുകയോ, അല്ലെ ഞാനും സഹോദരി എൻ്റെ മൂത്തതാണെങ്കിലും എന്നും അടി ഉണ്ടാക്കുമ്പോൾ ഞാനായിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രശ്നത്തിൽപ്പെട്ട് പേടിച്ചു പോകുമ്പോൾ നമ്മൾ അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മൂമ്മയുടെയോ അപ്പൂപ്പൻ്റെയോ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമ്മളെ ഒരു ചേർത്ത് പിടിക്കലുണ്ട്. ഒരു പട്ടി നമ്മളെ ഒരു നായ ഓടിച്ചു വന്നാൽ നമ്മൾ ഓടി അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവര് നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കും. എനിക്ക് തോന്നുന്നു പലപ്പോഴും പലർക്കും കിട്ടാത്ത ഒരു കാര്യം അതാണ്. നമ്മുടെ ഈ അണുകുടുംബത്തിന് സംഭവിച്ച ഏറ്റവും അതിന്റെ ഒരു അപജയമാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിലെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയില്ല. പണ്ടത്തെ കുടുംബത്തിലെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്നും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ടാവും. നമ്മൾ പറയുന്നു എന്നെ ചേച്ചി ഇന്ന് അടിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൂപ്പനും അല്ലെ അമ്മൂമ്മയും ആ നിലത്തിട്ട് 2 അടി കൊടുക്കും, അല്ലെ ചേച്ചിക്കിട്ട് നമ്മളെ പറ്റിക്കാനായിട്ട് 2 അടി കൊടുക്കും. ഇനി എന്റെ കുഞ്ഞിനെ വഴക്കു പറയില്ല, നീ എന്റെ കുഞ്ഞിനെ അടിക്കുമോടി എന്ന് ചോദിച്ചത്. അവർ ഏത് കോളേജിൽ നിന്നാണ് അപ്പൂപ്പനും അമ്മൂമ്മയും സൈക്കോളജിയിൽ PG എടുത്തതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അതൊരു കൗൺസിലിംഗ് ആയിരുന്നു. ആ ചേർത്തു പിടിക്കല്, നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഉണ്ടെന്ന് ഹൃദയത്തിൽ നിന്ന് തോന്നൽ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 തരവും നമുക്ക് മെയിനായിട്ട് പറയാം. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ, വാക്കുകൊണ്ടുള്ളത്, ഒന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് ഹൃദയത്തിന്റെ വാക്കുകൊണ്ട്, ആ സ്നേഹം കൊണ്ട് നമ്മൾ ഒരാളോട് വെർബലായിട്ടോ നോൺ വെർബലായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചേർത്തു പിടിക്കുകയാണ് കൗൺസിലിംഗ്. ആ ചേർത്തു പിടിക്കല് ഒരു 1.5 ചേർത്തു പിടിക്കലാണ്. തൻ്റെ മുന്നിലുള്ള ഏത് പ്രതിസന്ധിയെയും നേരിടാൻ, മറികടക്കാൻ ഈ ശ്രേഷ്ഠനായ വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ ഒരു സന്ദേശത്തിന്റെ പിൻബലത്തിൽ അദ്ദേഹം പേടിച്ച് എന്തിനാണോ നമ്മളെ സമീപിച്ചത് ആ വിഷയത്തെ മറികടക്കുന്ന കാഴ്ച നമ്മളൊക്കെ കാണും. അവിടെയാണ് ആശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട്
തന്റെ പ്രവർത്തന മേഖലയിലേക്ക് യാത്രയാകാൻ പോകുന്ന ശിഷ്യനോട് ഗുരു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒരു ചാൻസ് കൂടെ ഉണ്ട് എന്ന്. അപ്പം ശിഷ്യൻ തന്റെ 6 വർഷത്തെ ആശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞ് തന്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക്, ലോകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇനിയും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിഷ്യൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഗുരുവിനോട്. ഗുരു, വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ എവരിതിങ് ഇൻ ദിസ് വേൾഡ്? ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? ചിരിച്ചുകൊണ്ട് ഗുരു മറുപടി പറഞ്ഞു, യെസ്, സ്നേഹം, ലവ്. അതാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം. ശിഷ്യൻ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കും. അതെ, സ്നേഹമാണ് അഖിലസാരമൂഴി. അപ്പൊ ശിഷ്യൻ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കും. ഗുരു, ഇഫ് ഇറ്റ് ഡസ് നോട്ട് വർക്ക്, സ്നേഹം കൊണ്ട് അത് നടന്നില്ലെങ്കിൽ, ആ ഗുരുവിന്റെ മറുപടിയാണ് എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തിയത്. ഗുരു പറഞ്ഞു, ഇൻക്രീസ് ദ ഡോസ്. സ്നേഹം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സൊല്യൂഷൻ ഈസ് ഇൻക്രീസ് ദ ഡോസ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.